നാടൻ പശു എന്നുള്ളത് നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണമുണ്ടാവും. കാര്യം നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ പാലിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നില്ല, നഷ്ടമില്ല. കാര്യം എൻ്റെ ചാണകമൊക്കെ ഫലഭൂയിഷ്ടമാണ്. അതിന് മറ്റ് വലിയ പശുക്കളെ പോലെ ലിറ്റർ കണക്കിന് പാല് കിട്ടുന്നില്ല, പക്ഷേ അതിനുള്ള മെയിൻ്റനൻസും തീറ്റയൊക്കെ കൊടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ പാല് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവുണ്ട്, ആ മാസം പാല് വാങ്ങിക്കുന്ന പൈസയിൽ തീറ്റയാവുന്നുള്ളൂ. നാടൻ പശുവിനെ തന്നെ വാങ്ങാമെന്നുള്ളതാണ്. നാടൻ പശുവാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കോഴി വളർത്തൽ നാടൻ പശുവാണ് നമുക്ക് നല്ലത്. നമുക്ക് വേറൊരു വരുമാനവും ബിസിനസ്സും നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നാടൻ പശുക്കളാണ് നമ്മളെ കൂടെ ഇറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ പല കാര്യങ്ങളും കറക്കുന്ന സമയമായാലും എല്ലാത്തിനും നമുക്ക് അത്രയും ശ്രദ്ധ വേണം. അതേ എന്ന് പറഞ്ഞ് ജീവിക്കണം. ഇത് നമുക്കിപ്പോൾ നമുക്ക് 2 ദിവസം ഇല്ലെങ്കിൽ പോലും അതിന് തീറ്റിക്കെടുത്താത്തൊന്നും കുടിച്ചാൽ നിന്നോളും. നമുക്ക് അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ നിൽക്കണ്ട. മറ്റേ തീറ്റ കൊടുക്കില്ല, തേങ്ങാപ്പിണ്ണാക്ക മെല്ലിൽ പോയിട്ട് പിന്നെ അരിത്തവിട്, ചുവന്ന അരിത്തവിടാണ്. അതില്ലാത്തതും ചോളത്തവിട് കൊടുക്കും. മറ്റേ തീറ്റ കൊടുക്കില്ല. ഔഷധ ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് രാവിലെ 6:30 സൂര്യോദയത്തിന് മുമ്പ് കറക്കണം. മറ്റേ ഇപ്പോഴത്തെ തീറ്റ കൊടുത്താൽ അത് ശരീരം കുറച്ച് കൊഴുക്കുമായിരിക്കും, പക്ഷെ അതിന് അത് നമുക്ക് ഗുണം ചെയ്യത്തില്ല. പക്ഷേ ഈ നാടൻ പശുവിന് ശരിക്കും തീറ്റ പോലും കൊടുക്കണം എന്നുള്ളതാണ്. ആ പുല്ല് തന്നെ തിരഞ്ഞു പിടിച്ച് അത് കഴിച്ചോളും. നല്ല ഇണക്കമാണ്. മോള് വരാൻ ഞാൻ അഴിച്ചിട്ട് ഉമ്മ കൊടുക്കും ഒക്കെ ചെയ്യും, ഇടിക്കുകയൊന്നുമില്ല. ഇതൊരു മോഹവിലയാണ്. ഇപ്പോൾ ഒരു പശുവിനെ ഇപ്പോൾ കണ്ട് ഞാൻ തന്നെ പശുവിനെ കുട്ടിയെ കണ്ട് അത് അവർ ചോദിച്ച വില ഞാൻ കൊടുത്തു. ഇതിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ച് അത് രാത്രി നിന്ന് രാവിലെ അവിടെ നിന്ന് 6 മണിക്ക് എണീച്ചെന്ന് വിളിച്ച് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ മുമ്പ് പ്രസവിട്ട് അതിന് പശുവിനെ നമ്മൾ വളർത്തുമ്പോഴേ അതിന് ചിലപ്പോൾ എല്ലാവരും ഇണങ്ങൂല. എന്ന് ആഹാരം വെള്ളം കൊടുത്താലും ചിലപ്പോൾ ഇണണമെന്നില്ല. അതിന് 1-2 പേരെ നമ്മളെ കൂട്ടത്തിൽ വിശ്വാസം വരും. ആൾക്കാരെല്ലാവരും നമ്മൾ പച്ചൂർ പശുവിനൊക്കെ പറയുമ്പോൾ കുട്ടിയെ തരുമെന്ന് ചോദിക്കും. ഇപ്പോൾ ഏനം പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു 6 മാസം ഒരു 3 മാസം ആകുമ്പോൾ കുട്ടിയെ പിരിക്കും. ഒരിക്കലും നാടൻ പശുവിന് കുട്ടിയെ പിരിച്ചാൽ അതിനൊരിക്കലും സന്തോഷം കിട്ടില്ല. നമ്മൾ നല്ല ഇണക്കമാണ്, ആരെയൊന്നും ചെയ്യത്തില്ല. കുഞ്ഞിനോടെയൊക്കെ ഭയങ്കര കാര്യമാണ്. അവളോടിച്ചിങ്ങനെ ഉമ്മയെ കൊടുക്കും. അതിൻ്റെ ജാനുവിൻ്റെ കുട്ടിയാണ് കാശിനാഥൻ, കാശി. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത് യോഗീശ്വർ. ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇവൻ്റ് കോർപ്പറേറ്റ് ലെവലിലുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. പാഷൻ എന്ന രീതിയിൽ നമ്മൾ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നാടൻ പശുക്കളെന്ന് പറയുമ്പോൾ വെച്ചൂർ പശു എന്ന് പറയുന്ന അതിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 1.5 വർഷം അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കിടന്നു. വീട്ടിൽ വളർത്തുന്നതിനെ പറ്റി അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പാല്, നെയ്യ്, വെണ്ണ, ചാണകം അതാകുമ്പോൾ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ വളർത്താം. ഒരുപാട് ഗുണഗണങ്ങളുള്ളതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത്. ഞാൻ അതിനോട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പശുവിനെയും കുട്ടിയെയും കിട്ടി. അതിനെ നമ്മൾ നോക്കി 3-3.5 വർഷമായി. അപ്പോൾ അതായി, അതിൻ്റെ കുട്ടിയായി, അതിൻ്റെ കുട്ടിയായി വളർത്തി പോകുന്നുണ്ട്. പാലിപ്പം കൊടുക്കുന്നുണ്ട്, ചാണകം കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ വെണ്ണ ഇടയ്ക്ക് കൊടുക്കും. തൈര് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കും. നാടൻ പശു എന്നുള്ളത് നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണമുണ്ടാവും. കാര്യം നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ. കാര്യം നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് കെട്ടിയാൽ അത് തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ളത് മേഞ്ഞോളും. സാധാരണ ഞാൻ വാങ്ങിയ വീട്ടിലെന്ന് പറഞ്ഞാൽ അവരെ തീറ്റയൊന്നും കൊടുക്കാറില്ലായിരുന്നു. അവർ പുല്ല് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മെല്ലിൽ പോയിട്ട് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊപ്ര കിട്ടും, തേങ്ങ കിട്ടുന്ന മെല്ലിൽ, പിന്നെ അരിത്തവിട് എല്ലാം ഒരു ചെറിയൊരു പിടി 1000 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 പശുവിനൊക്കെ 1 മാസത്തിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ അളവാണ്. അപ്പോൾ അതിന് കിട്ടുന്ന പാല് ഇപ്പം എങ്ങനെയായാലും ഒരു ലിറ്റർ പാല് 1.5 ലിറ്റർ പാലിനകത്ത് കിട്ടും. അപ്പോൾ അത് പാലിന് വിലയുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പാലിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നില്ല, നഷ്ടമില്ല. കാര്യം എൻ്റെ ചാണകമൊക്കെ ഫലഭൂയിഷ്ടമാണ്. അത് വെച്ച് കൃഷി ചെയ്യാം. എല്ലാ രീതിയിലും മറ്റ് വലിയ പശുക്കളെ പോലെ ലിറ്റർ കണക്കിന് പാല് കിട്ടുന്നില്ല, പക്ഷെ അതിനുള്ള മെയിൻ്റനൻസും തീറ്റയൊക്കെ കൊടുക്കണം. നമുക്ക് സാധാരണ നമ്മളിപ്പം കറക്കാൻ പോലും ഒരു ദിവസം ഇല്ലെങ്കിൽ കുട്ടി അയച്ചു വിട്ടാൽ മതി. അപ്പം നമുക്കത് മെയിൻ്റനൻസും കുറവാണ്, ആ ചെയ്യുന്നതിനുള്ള എഫർട്ടിനുള്ള ഇൻകം അതിൽ നിന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പാല് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവുണ്ട്, ആ മാസം പാല് വാങ്ങിക്കുന്ന പൈസയിൽ തീറ്റയാവുന്നുള്ളൂ. നമ്മളിവിടെ തന്നെ ഇണങ്ങി അത് പോകുന്നുണ്ട്. അപ്പോൾ ലാഭവുമാണ്, മനസ്സിന് സന്തോഷമാണ്. രാവിലെ ഞാൻ എന്നെ സംബന്ധിച്ച് രാവിലെ കഴിച്ച കണി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പശു നമ്മളുണ്ടായിരുന്ന കോവിഡ് സമയത്തൊക്കെ നമ്മൾ അതിനെയൊക്കെ നോക്കിയാണ് ജീവിച്ചത്. അപ്പം നമുക്കൊരു വരുമാനം ഇല്ലാത്ത പോലും നമുക്കൊരു എന്താ പറയുക, ഒരു ദാരിദ്ര്യം ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒരു തോന്നിയിട്ടില്ല. അത് പശുതയൊക്കെ നോക്കുന്നതുകൊണ്ട് നമുക്ക് ഉയർച്ച തന്നെ ഉണ്ടായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട്, നമ്മളെ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഉയർച്ചയുണ്ട്. ബിസിനസ്സും കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും കൂടി ഓരോരുത്തർ നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അമ്മയച്ഛനൊക്കെ സഹായിക്കും.
അച്ഛൻ പുല്ല് കഴിച്ചാലും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് കിട്ടും. കാര്യം അങ്ങനെ ഉപദ്രവകാരികളല്ല, ചെറിയ പശുക്കളല്ലേ. അപ്പോൾ അത് നിൽക്കുക നമ്മൾ വീട്ടിനകത്തേക്ക് കയറി വരും കുട്ടികൾ. പിന്നെ ഇവിടെ മോള് അതിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം. നമ്മളിപ്പോൾ വലിയ വലിയ നായ്ക്കളെയൊക്കെ വളർത്തിയ ആൾക്കാർ കുറച്ച് ദിവസം വളർത്തും, കുറച്ച് ദിവസം വഴി കൊണ്ട് കളയാതെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഗുണമാണ് എല്ലാ രീതിയിലും. നമ്മൾ ഓരോ സാധനങ്ങൾ നട്ടിരിക്കുന്നുണ്ടല്ലേ, നമുക്ക് അതിനുള്ള അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പുറത്ത് 30 സെൻറ്റ് നമ്മൾ വാഴ നട്ടിരുന്നു, അതിന് അത്യാവശ്യം കിട്ടി. പിന്നെ നമ്മൾ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടുകയാണെങ്കിൽ അതിന് ചാണകം എടുത്തിടും. പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളത് പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. മഴ നനയാതെ പ്രത്യേകം ഷെഡ് അടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മറ്റേതൊക്കെ നല്ല ലൂസ് ചാണകമൊക്കെ എന്നാണ് എൻ്റെ കണക്കൂട്ട്. ഒരുപാട് ഇത് വരും. ഇതെന്ന് പറഞ്ഞാൽ പറ്റില്ല, ചെറിയ എടുത്തെറിയാം, ഡ്രൈ ആയിട്ട് വരുന്ന കട്ട ചാണകമാണ്. ഗുണത്തിൽ വ്യത്യാസമുണ്ട്, അത് എല്ലാവരും പറയുന്നുണ്ട്. നമുക്കും അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ട് ആവുന്നുണ്ട്. നമ്മൾ ഓരോന്നിട്ട് ഇടുമ്പോൾ അറിയാതെ നല്ല ഫലവും ഇഷ്ടമാണ്. അത് ഇടുന്ന സാധനങ്ങൾ നല്ല പ്രത്യേക പേരയായാലും നമ്മളവിടെ വയ്ക്കുന്ന വാഴയൊക്കെ നമുക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട്. 3.5 വർഷമായിട്ട് നമ്മൾ ഒരു 1.5 വർഷം വീട് നോക്കിക്കൊണ്ട് അന്വേഷിച്ച് നടന്നിരുന്നു. അവസാനം നമുക്ക് വഴപ്പംകോട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ശ്രീറാം എന്ന് പറയുന്ന അവരുടെ അടുത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കയ്യിൽ ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് നമുക്ക് തന്നു. നമ്മളത് വാങ്ങിക്കൊണ്ട് വന്നു. ഈ നിൽക്കുന്ന കുട്ടി ഇതിൻ്റെ തള്ളപ്പശുവായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് പിന്നെ 2 പ്രസവിച്ചു. ഈ കുട്ടികളെല്ലാം പ്രസവിച്ചു. ഇത്രയിനിടയിൽ ഒരു കാളക്കുട്ടി മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടികളായി ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തു. ഞാൻ ആദ്യം ഒരു പശുവിനെ കൊടുത്തു. പിന്നെ അവർക്ക് ആ കുട്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് 7 മാസമായി. അപ്പോൾ എനിക്ക് അവർക്കും വിഷമം. അങ്ങനെ ആ കുട്ടിയെ അവർക്ക് പിന്നെ 2ാമത് വിളിച്ച് കൊടുത്തു വിട്ട് അങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. നാടൻ പശുവിനെ തന്നെ വാങ്ങാമെന്നുള്ളതാണ്. നാടൻ പശുവാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കോഴി വളർത്തൽ നാടൻ പശുവാണ് നമുക്ക് നല്ലത്. പിന്നെ ഫാമായിട്ടും ഒരു ബിസിനസ്സായിട്ട് വലിയ രീതിയിലുള്ള അത് തന്നെ ഒരു ജീവിത മാർഗ്ഗമായിട്ട് കാണുന്നവർക്ക് നാടൻ പശു എത്രത്തോളം വിജയം വരുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു വരുമാനവും ബിസിനസ്സും നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നാടൻ പശുക്കളാണ് നമ്മളെ കൂടെ എത്തിറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ പല കാര്യങ്ങളും കറക്കുന്ന സമയമായാലും എല്ലാത്തിനും നമുക്ക് അത്രയും ശ്രദ്ധ വേണം. അതേന്ന് പറഞ്ഞ് ജീവിക്കണം. ഇത് നമുക്കിപ്പോൾ നമുക്ക് 2 ദിവസം ഇല്ലെങ്കിൽ പോലും അതിന് തീറ്റിക്കെടുത്താത്തൊന്നും കുടിച്ചാൽ നിന്നോളും. നമുക്ക് അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ നിൽക്കണ്ട. മറ്റേന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം, കൃത്യസമയത്ത് കറക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടല്ലാതിനുള്ള വരുമാനം ഉണ്ടാവുമായിരിക്കും. നമ്മളതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട്, നമ്മൾ ചെറുതിലേക്ക് വളർത്തുമായിരുന്നു. അതും ജേഴ്സി പശുവിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു അനുഭവമാണ്. പാലിപ്പോൾ ഒരു 5-6 ഗ്ലാസ്സൊക്കെ തന്നെ 1.25 ലിറ്ററിനകത്ത് 1 ലിറ്ററൊക്കെ തന്നെ നോക്കുന്നത്. ഭക്ഷണക്രമം രാവിലെ തീറ്റ കൊടുക്കൂല. തേങ്ങാപ്പിണ്ണാക്ക് മെല്ലിൽ പോയിട്ട് കൊപ്പത്ത് അവിടെ ഒരു മെല്ലുണ്ട്, അവിടെ പോയിട്ട് അതിൻ്റെ കൊപ്രാട്ടണ ഇത് കിട്ടും. പിന്നെ അരിത്തവിടി, ചുവന്ന അരിത്തവിടാണ്. അത് വെഞ്ഞാറൂട്ടി തന്നെ ഒരു വയ്യേറ്റൊരു കടയിൽ കിട്ടും, അവിടെ തന്നെ പോയി വാങ്ങിക്കും. അതില്ലാത്ത ദിവസം ചോളത്തവിട് കൊടുക്കും, മറ്റേ തീറ്റ കൊടുക്കൂല. കാര്യം ഇതിൽ തന്നെ താല്പര്യമുള്ള ഒരാളാണ് എനിക്കിന്നെ തരുന്നത്, ശ്രീറാം. ഒരുപാട് ആശ്രമത്തിലൊക്കെ പോവുകയും ഈ പശുവിനെ കുറിച്ച് അറിയും, പശു ഉള്ള ആൾക്കാരെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാർ. അപ്പോൾ അവർ ഇത് തന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു, ഇതാണ് അതിന് നല്ലത്. ഔഷധ ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് രാവിലെ 6:30 സൂര്യോദയത്തിന് മുമ്പ് കറക്കണം, ഇന്ന തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. മറ്റേ ഇപ്പോഴത്തെ തീറ്റ കൊടുത്താൽ അത് ശരീരം കുറച്ച് കൊഴുക്കുമായിരിക്കും, പക്ഷേ അതിന് നമുക്ക് ഗുണം ചെയ്യത്തില്ല. പക്ഷേ ഈ നാടൻ പശുവിന് ശരിക്കും തീറ്റ പോലും കൊടുക്കണമെന്നുള്ളതാണ്. ആ പുല്ല് തന്നെ തിരഞ്ഞു പിടിച്ച് അത് കഴിച്ചോളും. അതിന് നല്ല മേയും, അതിന് വേറെ അത് കഴിക്കും. പിന്നെ നമ്മളിപ്പം വൈകുന്നേരം ഒരു പില്ലൂടെ കൊടുക്കും. നല്ല ഇണക്കമാണ്. കുട്ടി മോള് വരാൻ ഞാൻ അഴിച്ചിട്ട് ഉമ്മ കൊടുക്കും ഒക്കെ ചെയ്യും, ഇടിക്കുകയൊന്നുമില്ല. നമ്മളായിട്ട് കുടുംബമായിട്ട് ഒത്തുപോകും നല്ല രീതിയിൽ. വീടിനകത്തൊക്കെ കയറി വരും, വല്ലതും ചെറുതൊക്കെ കയറും. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഈ പ്രതിഷ്ഠയ്ക്കൊക്കെ ഈ പശുവിനെ അവർ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പ്രതിഷ്ഠ ഉള്ള സമയത്ത് അവർ വിഗ്രഹങ്ങളൊക്കെ വയ്ക്കത്തില്ലേ, ബാലയിലെ പ്രതിഷ്ഠ ചെയ്ത് വിഗ്രഹം വയ്ക്കും മയിലാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിനെ രാവിലെ ഒരു പ്രതിഷ്ഠയ്ക്ക് മുമ്പ് കണി കാണിക്കുന്നത് പശുവിനെയും കുട്ടിയാണ്. പാല് അമ്പലത്തിലേക്ക് കൊടുക്കും, പാല് ഔഷധ ഗുണമുണ്ട്. ഇനി ഇതിനേക്കാളും വേറൊരു പശുവാണ് പുങ്കന്നൂർ പശുവൊക്കെ ഉണ്ട്, അതിനെ ഒരെണ്ണം വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിപ്പം ഒരു പശു 80,000 മുതൽ 1 ലക്ഷം വരെ വില ഉണ്ട്. ഞാനിപ്പോൾ കൊടുത്ത 60 രൂപയ്ക്കാണ്. 9,000 1 ലക്ഷം വരെ വിലയുണ്ട്. മറ്റേത് 5 വർഷമായ പശുവിനാണ് കൊടുത്തത്. നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്നത് ഇവിടെ ഇടുക്കിയിലൊക്കെ ഉണ്ട്, അവർ 1.5 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊരു മോഹവിലയാണ്. ഇപ്പോൾ ഒരു പശുവിനെ ഇപ്പോൾ കണ്ട് ഞാൻ തന്നെ പശുവിനെ കുട്ടിയെ കണ്ട് അത് അവർ ചോദിച്ച വില ഞാൻ കൊടുത്ത്. ശരിക്കും ആൾക്കാർ വിചാരിക്കും 10,000 20,000 കിട്ടുമെന്നൊക്കെ വിചാരിക്കും, കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ചില പശുക്കൾ നമ്മുടെ മനസ്സിനാണെങ്കിൽ നമ്മളത് അവർ ചോദിച്ച വില കൊടുത്താണ് വാങ്ങിയത്. ഇപ്പോഴത്തെ ഇനം പശുക്കളെ വളർത്തുകയാണെങ്കിൽ നല്ല അറിയാമെന്നുള്ള ഒന്ന് സ്വന്തമായിട്ട് നോക്കിയാലും അറിയുന്ന ആൾ വേണം, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ നാടൻ പശുക്കളെ സംബന്ധിച്ച് നമുക്കൊരു പാടൊന്നുമില്ല.
അതിന് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ധാരണയുണ്ട്. കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴായാൽ പോലും ഈ കുട്ടി ഇതിനെ പ്രസവിക്കാൻ നേരത്തെ നമുക്ക് 2-3 ദിവസം മുന്നേ എന്താണ് ഇത് മോനായിട്ട് നിൽക്കുകയായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡോക്ടറെ വിളിച്ച് ഇങ്ങനെ കെട്ടിയൊക്കെ എടുത്ത് ഇതിനെ മറ്റു പശു, പിന്നെ അതിനുശേഷം മറ്റു 2 പശുവും പ്രസവിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതേ ഇല്ല. കുട്ടി താഴെ വന്ന് കിടന്നപ്പോഴാണ് നമ്മൾ പോയത്. മറ്റേത് അങ്ങനെ അത് തന്നെ അതിന് മുമ്പ് ആദ്യത്തെ വന്ന പശു എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ച് അത് രാത്രി നിന്ന് രാവിലെ അവിടെ നിന്ന് 6 മണിക്ക് എണീച്ചെന്ന് വിളിച്ച് നമ്മൾ അടുത്ത് എല്ലാം നമ്മളെ മുമ്പ് പ്രസവിട്ട് അതിന് പശുവിനെ നമ്മൾ വളർത്തുമ്പോഴേ അതിന് ചിലപ്പോൾ എല്ലാവരും ഇണങ്ങില്ല. എന്ന് ആഹാരം വെള്ളം കൊടുത്താലും ചിലപ്പോൾ ഇണങ്ങണമെന്നില്ല. അതിന് 1-2 പേരെ നമ്മളെ കൂട്ടത്തിൽ വിശ്വാസം വരും. അതിൻ്റെ കുട്ടിയൊക്കെ അതിൻ്റെ അടുത്താണ്, അവർ എടുക്കുമ്പോൾ അതിന് ശല്യം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം തന്നെ എന്നെ വിളിച്ച് നിർത്തി നമ്മൾ 6 മണിക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, വിളിച്ച് നടത്തി തന്നപ്പോൾ അപ്പം പ്രസവിച്ച്. അങ്ങനെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം അതിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കാം. കുട്ടിയെടുത്ത് കെട്ടണം. കുട്ടിയെടുത്ത് കെട്ടുമ്പോഴേ അത് പാല് വിടത്തുള്ളൂ. കുട്ടിയില്ലെങ്കിൽ പാല് കിട്ടാൻ പാടാണ്. നമുക്കിപ്പോൾ കുട്ടി തന്നെ ഇതിപ്പോൾ ആൾക്കാരെല്ലാവരും നമ്മൾ പച്ചൂർ പശുവിനൊക്കെ പറയുമ്പോൾ കുട്ടിയെ തരുമെന്ന് ചോദിക്കും. ചെറിയൊരു പശുവിന് എല്ലാം ചെറുത് തന്നെയാണ്. പക്ഷെ എന്നാലും എപ്പോഴും നമുക്ക് കുട്ടിയെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഇപ്പോൾ എല്ലാവരും മറ്റേ ഏനം പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു 6 മാസം ഒരു 3 മാസം ആകുമ്പോൾ എന്താ കുട്ടിയെ പിരിക്കും. ഒരിക്കലും നാടൻ പശുവിന് കുട്ടിയെ പിരിച്ചാൽ അതിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. നമ്മളെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാനിപ്പോൾ ഒരു കുട്ടിയെ കൊടുത്തെന്ന് പറഞ്ഞില്ല, 7 മാസമായി കുട്ടിയെ, പെൺകുട്ടിയെ. അപ്പോൾ അത് അടുത്ത് ഇത് ഗർഭിണിയായി ഒരു കുട്ടിയാകുമ്പോഴേ അതിനെ പിരിക്കാവും. കുട്ടിയുടെ അടുത്ത് വേണം. അത് അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും മാനസികമായി. പാലിലും കിട്ടത്തില്ല. കാര്യം ഇപ്പം തന്നെ ആ കുട്ടിയുടെ കൂടെ അവിടെ പാല് കറവ നിർത്തി. ഇപ്പം ഈ കുട്ടിയെ ഒരു മാസത്തിന് ശേഷം ഞാൻ വിട്ടപ്പോഴും പാല് കൊടുത്തു തുടങ്ങി. മറ്റു പശു പോലെ അല്ല, അതിന് പാല് ചുരത്തിയേ പറ്റുള്ളൂ. ചുരത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിനങ്ങനെയല്ല, പാല് പിടിച്ച് വെച്ചളയത്. അങ്ങനെ നീരും അങ്ങനെയൊന്നും വരത്തില്ല. അത് പ്രസവിച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അതൊന്നും പ്രശ്നമില്ല, പാലത് പിടിച്ചളയും. കുട്ടി എന്തായാലും അതിന് വേണം. അതിൻ്റെ കണക്കൂട്ടിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത് ഇത് ഗർഭിണിയായി ഒരു കുട്ടിയാവണ സമയത്ത് അതിനെ പിരിക്കണതാണ് ബെറ്റർ. എനിക്ക് ആ കുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തായാലും ബിസിനസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരാൻ ഒരു മനസ്സ് വരും. വീട്ടിലേക്ക് വന്നാലേ നമ്മളിപ്പോൾ വർക്കില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു ഒറ്റയ്ക്ക് ഇത് ഫ്രീ ആയിട്ടിരിക്കണം, ജോലിയില്ലാന്നൊരു തോന്നൽ വരത്തില്ല. നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ എപ്പോഴും കളിച്ചും ചിരിച്ചും ഇതിന് കാര്യം കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചും പിടിച്ചും അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് ബിസിയാവും. നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയല്ലേ. നമുക്കിപ്പോൾ അതിൻ്റെ പാല് കിട്ടുന്നുണ്ട്, തൈര് കിട്ടുന്നുണ്ട്, എണ്ണ കിട്ടുന്നുണ്ട്, നെയ്യുണ്ട്. പിന്നെ നമുക്ക് കൊച്ചിന് കളിക്കാം. കൊച്ചിൻ്റെ കൂടെ ഓടി കളിച്ച് നിൽക്കും. പിള്ളേരെ മൊബൈലൊക്കെ കളിച്ചിരിക്കണ വെച്ച് നോക്കുമ്പോൾ പിള്ളേർക്ക് അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഇതാണ്. ഒറ്റ കുട്ടിയെ കൊടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു മോള്. അപ്പം അങ്ങനെ സന്തോഷം രണ്ടിലും ഉണ്ട്. വീട്ടിൽ വന്നാൽ ഇതൊക്കെ തന്നെ സന്തോഷം. ഇവിടുന്നൊക്കെ ഇത് ഓടും, എത്ര കിലോമീറ്റർ ഓടും. ഇവിടുന്ന് പെരുങ്കൂരയൊക്കെ ഓടും, ഇവിടുന്ന് മുട്ട ഓടും, കാരനാട് വരെ ഓടും. കിലോമീറ്ററോളം ഓടും, തളരത്തൊന്നുമില്ല. കാര്യം നടന്ന് ശീലിച്ച പശുക്കളാണ്. ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന പശുക്കളാണ്. അപ്പോൾ അത് പോയിട്ട് അങ്ങനെ നാടുവിട്ടൊന്നും പോകത്തില്ല. പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് പുല്ല് കിട്ടുന്ന ഏരിയയിലോട്ട് കയറി അങ്ങ് നിൽക്കും. പട്ടി ഇതിനെ ഉപദ്രവിക്കാൻ വന്നാൽ പട്ടിയുടെ കാര്യം റെഡിയാക്കും. ഇതിങ്ങനെ കൊമ്പ് വെച്ച് കുത്തി പൊട്ടിച്ചങ്ങ് വയ്ക്കും. നമ്മൾ വിചാരിക്കും പട്ടിയെന്ന് പേടിയാണ്. ഒരിക്കലും പശുവിന് ഇത് പട്ടിയൊന്നും പശുക്കൾ വയക്കുന്നില്ല. എൻ്റെ കുട്ടി എന്തെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഇത് ഇടിച്ചിരിക്കും. അത് തിരിച്ചെന്ത് ചെയ്യുക എന്നുള്ളതിന് വിഷയമല്ല, ഇത് ഉപദ്രവിച്ച് അതിനെ രക്ഷിക്കും. നമ്മളെങ്ങനെയാണ് മക്കളെ നോക്കുന്നത് അതേപോലെ നോക്കാത്ത തിരിച്ചറിവുണ്ട് അതിന്. ഉച്ചയ്ക്ക് ഒരു നേരം കറക്കുള്ളൂ, ബാക്കി കുട്ടിക്ക് തന്നെ കൊടുക്കും. നമ്മൾ രാവിലെ മാത്രമേ കറക്കുള്ളൂ. വൈകിട്ട് പിന്നെ കുട്ടി കുടിക്കും. നമ്മൾ 3 മണിയൊക്കെ കുട്ടിയെ പിടിച്ച് കെട്ടാൻ പറ്റുന്നതിനേക്ക് വേണ്ടി അതുവരെ കുട്ടി കുടിക്കും. ഞാനും നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അമ്മയും ഇതുമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ നല്ല ഇണക്കമാണ്, കാര്യമൊന്നും ചെയ്യത്തില്ല. കുഞ്ഞിനോടെയൊക്കെ ഭയങ്കര കാര്യമാണ്. അത് പിടിച്ചിങ്ങനെ ഉമ്മയെ കൊടുക്കും. സാധാരണ പശുവിന് 18 മാസമാകുമ്പോൾ കുത്തിവയ്ക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് എങ്ങനെ പോയാലും ഒരു 4 വയസ്സെങ്കിലും വരും. ഇത് അത്യാവശ്യം നല്ല ഇതായിട്ടാണ് ഇതൊക്കെ ആയത്. ലക്ഷണം കാണിച്ചാൽ ഭയങ്കര ക്വയറ്റാണിത്. ഇതാണ് നമ്മളെ നന്ദിനി. ഇവളുടെ കുട്ടിയാണ് അങ്ങോട്ട് പോയത്. കുട്ടികളെല്ലാം നമ്മളവിടെ കെട്ടും, അല്ലെങ്കിൽ ഇത് പാല് കൊടുത്തോളേ. രാത്രിയേ വലിയ പശു ഇവിടെ നിൽക്കുക. ഇച്ചിരി സ്ഥലം മതി. മറ്റ് വലിയ പശുവാണെങ്കിൽ ഇത് നല്ല സ്ഥലം വേണ്ട. ഇതിന് വേണ്ട ഇത്ര ഒരു 5 അടി സ്പേസ് മതി ഒരെണ്ണം നിൽക്കുക. എന്നാലും മിച്ചമുണ്ട്. അതിൻ്റെ ജാനുവിൻ്റെ കുട്ടിയാണ് കാശി.